പുറത്തു നിർത്താൻ പറ്റണം. അള്ളാഹുവിനെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാൻ കഴിയണം. ആത്മീയ ചക്രവാളത്തിലെ രാജകുമാരനായ മഹാനായ ഔസുൽ അഅ്ലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അള്ളാഹു അദ്ദേഹത്തിന്റെ ഹക്ക് കൊണ്ട് നമ്മുടെ ഇരുലോകവും വിജയത്തിലാക്കുമാറാകട്ടെ. അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുമായിട്ട് ദർസിലായിരിക്കുമ്പോൾ, ദീനീ വിജ്ഞാനം പകർന്നുകൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ ഓടി വന്നിട്ട് പറഞ്ഞു, യാ ഷെയ്ഖ്, നമ്മുടെ കപ്പല് മുങ്ങിപ്പോയിരിക്കുന്നു. നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന നമ്മുടെ കപ്പൽ മുങ്ങിപ്പോയിരിക്കുന്നു, വലിയ ചരക്കുമായിട്ട് വന്ന കപ്പൽ. ന്യായമായും പലർക്കും ഒരു സംശയം ഉണ്ടാവും, അബ്ദുൽ ഖാദിർ ജീലാനിക്ക് കപ്പലോ? വലിയല്ലേ, വിലായത്തിന്റെ അത്യുന്നത പദവികളിൽ എത്തിയ ഒരാളിന് എവിടുന്ന കപ്പൽ എന്ന് നമുക്ക് ന്യായമായും സംശയം തോന്നാം. വലിയെന്ന് പറഞ്ഞാൽ പട്ടിണി കിടന്നാലേ വലിയാകുന്നില്ല, കുളിക്കാതിരുന്നാലേ വലിയാകുന്നില്ല, എന്തെങ്കിലുമൊക്കെ മുറുക്കാനൊക്കെ മുറുക്കി തുപ്പലൊക്കെ വായിലൂടെ ഇങ്ങനെ ഒലിപ്പിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ വലിയാകൂ എന്നില്ല. വലിയ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു തആല അൻഹുവിനേക്കാളും വലിയ ഒരു വലിയ വേറെയില്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. വിലായത്തിന്റെ അത്യുന്നത പദവികളിലെത്തിയ മഹാനായ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു തആല അൻഹുവിന് അദ്ദേഹത്തിന്റെ കയ്യിൽ അന്ന് അദ്ദേഹം നടക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കുത്തിക്കൊണ്ട് നടക്കുന്ന വടി, ആ വടിയുടെ അറ്റത്ത് പതിപ്പിച്ചിട്ടുള്ള ഒരു മുത്ത്, ആ മുത്തിന് തുല്യമായ ഒന്നും അന്നത്തെ രാജാവിന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്നില്ല. അതായിരുന്നു അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മറ്റൊരു കാലമുണ്ടായിരുന്നു, ത്യാഗത്തിന്റെയും ഉജ്ജ്വലമായ അർപ്പണത്തിന്റെയും സമർപ്പണത്തിന്റെയും പട്ടിണിയുടെയും വിഷമത്തിന്റെയും കഷ്ടപ്പാടിന്റെയൊക്കെ ഒരു കാലം. ആ കാലം കഴിഞ്ഞിട്ട് പിന്നെ അല്ലാഹു തആല അദ്ദേഹത്തിന് കൊടുത്ത മഹത്വം അബ്ദുൽ ഖാദിർ ജിലാനിയെ കോടീശ്വരനാക്കി. എത്രത്തോളം എന്നാൽ, നമ്മളൊക്കെ വലിയ വലിയ ബിസിനസ്സുകാര്, ഒരുപാട് തെങ്ങുള്ളവര്, റബ്ബറുള്ളവരൊക്കെ ഗോഡൌണുകൾ കെട്ടിയിടാറുണ്ട്. എന്തിലാ? റബ്ബർ ഷീറ്റ് ഇടാൻ വേണ്ടി, തേങ്ങ ഇടാൻ വേണ്ടി, മലഞ്ചരക്കുകൾ ഇടാൻ വേണ്ടിയിട്ട് വലിയ ഗോഡൌണുകൾ കെട്ടിയിടാറുണ്ട്. അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹുവിന് ഉണ്ടായിരുന്ന ഒരു ഗോഡൌൺ. അതെന്തിനാണെന്നറിയോ? അദ്ദേഹത്തിന്റെ ബിസിനസ് നടത്തിക്കൊണ്ടുവരുന്ന ദീനാറുകളും ദിർഹമുകളും ചാക്കിൽ കെട്ടിയിടാൻ വേണ്ടിയിട്ട് വലിയ ഗോഡൌൺ, ദീനാറുകളും ദിർഹമുകളും നോട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗോഡൌൺ. അതായിരുന്നു അബ്ദുൽ ഖാദിർ ജീലാനിയുടെ അവസ്ഥ. കോടീശ്വരനായിരുന്നു. ആ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ശിഷ്യൻ വന്നിട്ട് പറയുകയാണ്, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, തങ്ങളെ, നമുക്ക് സാധനം വന്ന കപ്പൽ മുങ്ങിപ്പോയി എന്ന്. അപ്പോ അബ്ദുൽ ഖാദിർ ജീലാനി ഒരു നിമിഷം ഇങ്ങനെ കണ്ണടച്ചു നിന്നു. എന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. വീണ്ടും അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടേയിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അതേ ആൾ തന്നെ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, നമ്മുടെ കപ്പലല്ല മുങ്ങിയത്, അതിനടുത്തുകൂടെ വന്ന വേറൊരു കപ്പലാ മുങ്ങിയത്, നമ്മുടേതാണെന്ന് തെറ്റിദ്ധരിച്ചതാണ്, നമ്മുടെ കപ്പൽ സുരക്ഷിതമായി കരയിലെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴും അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു തആല അൻഹു ഒരു നിമിഷം കണ്ണടച്ചു നിന്നു. എന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ, മുരീദുമാർ അദ്ദേഹത്തിന്റെ അടുക്കൽ കൂടിയിട്ട് ചോദിച്ചു, യാ ഷെയ്ഖ്, സാധാരണ ഹദീസുകളിലുള്ളതും അങ്ങ് പഠിപ്പിച്ചിട്ടുള്ളതും അപകടങ്ങൾ പിണഞ്ഞാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണമെന്നും, സന്തോഷമുണ്ടാകുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയണമെന്നും. ഇവിടെ കപ്പൽ മുങ്ങിയെന്ന് വന്ന് പറഞ്ഞപ്പോഴും അങ്ങ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. മുങ്ങിയത് നമ്മുടെ കപ്പലല്ല എന്ന് പറഞ്ഞപ്പോഴും അങ്ങ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു.
എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അബ്ദുൽ ഖാദിർ ജീലാനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, ഞാൻ കപ്പൽ മുങ്ങി എന്ന് കേട്ടപ്പോൾ ഒരു ദുരന്ത വാർത്തയാണല്ലോ കേട്ടത്. ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളുമായിട്ട് വന്ന നമ്മുടെ കപ്പൽ കരകിലെത്തുന്നതിന് മുമ്പ് മുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അതൊരു ദുരന്ത വാർത്തയാണ്. അത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് കപ്പൽ മുങ്ങി എന്നൊരു വലിയ വാർത്ത കേട്ടപ്പോൾ എനിക്കൊരു ഞെട്ടലുണ്ടായോ? എന്റെ കൽബ് എല്ലാ സമയത്തും അല്ലാഹ് 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 എന്ന ചിന്തയില്ല. എന്റെ ശ്വാസം അല്ലാഹ്, എന്റെ ഉച്ഛ്വാസം അല്ലാഹ്, എന്റെ കൽബിന്റെ മിടിപ്പുകൾ അല്ലാഹ്, ഈ ചിന്തയില്ല. അപ്പോൾ ഒരു ദുരന്ത വാർത്ത കേട്ടപ്പോൾ ഒരു നിമിഷം എന്റെ മനസ്സിൽ നിന്ന് അല്ലാഹ് എന്നുള്ള ചിന്ത മാറിയോ, എന്നിട്ട് കപ്പലിന്റെ ചിന്ത മനസ്സിൽ കയറിയോ എന്നാ ഞാൻ നോക്കിയത്. അതാണ് ഞാൻ കണ്ണടച്ചൊന്ന് നോക്കിയത്. അപ്പോൾ അൽഹംദുലില്ലാഹ് എന്റെ കൽബിന്റെ അവസ്ഥയ്ക്ക് കോട്ടമൊന്നും വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത്. രണ്ടാമത്, മുങ്ങിയത് നമ്മുടെ കപ്പലല്ല എന്ന് കേട്ടപ്പോൾ അതൊരു സന്തോഷ വാർത്തയാണ്. ആ സന്തോഷ വാർത്ത കേട്ടപ്പോൾ കൽബിൽ അല്ലാഹ് എന്നുള്ള ചിന്തയിൽ നിന്നൊന്ന് മാറി കപ്പൽ നമ്മുടെതല്ലെന്ന് അറിഞ്ഞപ്പോൾ ഉള്ള ഒരു സന്തോഷം പെട്ടെന്നുണ്ടായോ എന്നാ ഞാൻ നോക്കിയത്. അപ്പോഴും അൽഹംദുലില്ലാഹ് എന്റെ കൽബിന്റെ അവസ്ഥയ്ക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. അല്ലാഹ് എന്ന ചിന്തയിലാ ഉള്ളത്. അല്ലാഹ് എന്ന ചിന്തയിൽ നിന്ന് എന്റെ കൽബ് മാറിയിട്ടില്ല. അതിനാ ഞാൻ അൽഹംദുലില്ലാഹ് പറഞ്ഞത്. ചുരുക്കത്തിൽ ജീവിതത്തിലെ എത്ര വലിയ സന്തോഷകരമായ കാര്യമുണ്ടായാലും എത്ര വലിയ ദുഃഖകരമായ കാര്യമുണ്ടായാലും കൽബിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തുമായിട്ടുള്ള ബന്ധത്തിന് കോട്ടം പറ്റാത്ത അവസ്ഥ, എപ്പോഴും പടച്ചവനെ കുറിച്ചുള്ള ചിന്ത കൽബിൽ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ, ഇതാണ് സത്യവിശ്വാസിയുടെ അവസ്ഥ. ഇത് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ ജീവിതത്തിലെ ഉജ്ജ്വലമായ ത്യാഗങ്ങളിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ, ഒരുപാട് കാലത്തെ പരിശ്രമത്തിലൂടെ, അധ്വാനത്തിലൂടെ വിലായത്തിന്റെ അത്യുന്നത പദവിയിലെത്തിയ അബ്ദുൽ ഖാദിർ ജീലാനിയെ പോലാകാൻ ആദൂരിലെയും പരിസര പ്രദേശത്തെയും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് ഒരു ആയുസ് മൊത്തം ശ്രമിച്ചാലും കഴിയില്ലെന്നുള്ളത് സത്യമാണ്. എനിക്കും നിങ്ങൾക്കും അബ്ദുൽ ഖാദിർ ജീലാനിയെ പോലാകാൻ പറ്റൂല. അവരുടെയൊക്കെ ഹക്ക് കൊണ്ട് രക്ഷപ്പെടണം. അല്ലാഹു അങ്ങനെ ആക്കുമാറാകട്ടെ. പക്ഷേ അവരൊക്കെ സൂക്ഷിച്ചതിന്റെ 1000-ൽ ഒരംശമെങ്കിലും വിശ്വാസത്തിന്റെ ചൈതന്യം നമ്മുടെ ഹൃദയത്തിൽ വേണ്ടേ? നമ്മുടെ കൽബിലും അല്ലാഹുവായിട്ടുള്ള ബന്ധം വേണ്ടേ? നിലവിലത്തെ നമ്മുടെ അവസ്ഥ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലല്ലേ? നമ്മൾ സാധാരണ പറയും, നിസ്കരിക്കുമ്പോൾ ഞാൻ അല്ലാഹയെ ഓർക്കാറുണ്ട്, അല്ലാത്തപ്പോഴൊക്കെ എനിക്കിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. നിസ്കരിക്കാൻ പോയാൽ പിന്നെ അല്ലാഹുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞു, നിസ്കരിക്കാൻ കൈകെട്ടുമ്പോഴും നിസ്കരിക്കാൻ കൈകെട്ടിക്കഴിയുമ്പോഴും ഭാര്യയുടെ കാര്യാ ഓർക്കുന്നേ, മക്കളുടെ കാര്യാ ഓർക്കുന്നേ, ഗൾഫിൽ നിൽക്കുന്ന മോന്റെ കാര്യാ ഓർക്കുന്നത്, മകളുടെ കല്യാണപ്രായമെത്തിയ മകളെ പറ്റിയാ ഓർക്കുന്നത്, കച്ചവടത്തെ എങ്ങനെ ഒന്ന് നന്നാക്കിയെടുക്കാമെന്നതിനെ പറ്റിയാ ചിന്തിക്കുന്നത്. ഇങ്ങനെ നമസ്കരിക്കുന്ന സമയത്ത് പോലും യഥാർത്ഥത്തിൽ നമസ്കാരം എന്താ? നമസ്കാരം അല്ലാഹു റബ്ബുൽ ഇസ്സത്തുമായിട്ടുള്ള മുനാജാത്താണ്, കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ചയിൽ അല്ലാഹുവിനങ്ങ് സമർപ്പിച്ചാൽ, മഹാനായ ഇമാം അലി റളിയല്ലാഹു തആല അൻഹു, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ വിജ്ഞാനത്തിന്റെ തോട്ടമാണ്, അലി അതിലേക്കുള്ള കവാടമാണ് എന്ന് പറഞ്ഞ മഹാനായ അലി റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ പുന്നാര മോള് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിക്കാനുള്ള ഭാഗ്യം കിട്ടിയ അലി റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമയുടെ പിതാവാകാൻ ഭാഗ്യം കിട്ടിയ അലി റളിയല്ലാഹു തആല. മുഹറമാണല്ലോ, മുഹറമാസമാണല്ലോ. ഏതാനും ദിവസം കഴിയുമ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ നോമ്പാണ്. മുഹറം 9ഉം 10ഉം നോമ്പ്, മുഹറത്തിന്റെ അനുഗ്രഹീതമായ ദിവസം. എന്താണ് ഈ ഉമ്മത്തിന് മുഹറവുമായിട്ടുള്ള ബന്ധം? എന്താ? 50 ഹദീസെങ്കിലും നമുക്ക് കാണാൻ പറ്റും. ബുഖാരിയും മുസ്ലിമും തത്തുല്യമായ ഹദീസുകളും 50 എണ്ണമെങ്കിലും കാണാൻ പറ്റും.